लोकसभा FCRA प्रतिषेधम गलत फहमी जो फैलाया गया है केरल में, ये ठीक बात नहीं है। FCRA का जो ओरिजिनल बड़ा अमेंडमेंट 2010 में कांग्रेस ने जो लाया था, इस बार जो अमेंडमेंट है ये फॉरेन से कंट्रीब्यूशन आता है उसके रेगुलेशन के लिए और सही इस्तेमाल के लिए, नेशनल सिक्योरिटी, नेशनल इंटरेस्ट, इसका ध्यान में रखते हुए पैसा का गलत इस्तेमाल ना हो, इसका निगरानी के लिए एक अच्छा कदम रहा है और यही सरकार कर रहे हैं। किसी धर्म के खिलाफ नहीं है, किसी संगठन को टारगेट नहीं किया जा रहा है। यह केरल में चुनाव को देखते हुए कांग्रेस और कम्युनिस्ट वालों ने गलत बात को फैलाया गया है। The Congress and Communist Party are misleading the people of Kerala about the FCRA, which is not correct. Please don't mislead the House. Please don't mislead the people of Kerala for the sake of election. सदन की कार्रवाई आज 12 बजे तक के लिए स्थगित की जाती है। FCRA നിയമഭേദഗതി എന്തായാലും ഇന്ന് ചർച്ചക്കെടുക്കുന്നില്ല. അവിടെ കിരൺ റിജിജു നേരത്തെയുള്ള പഴയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വലിയ പ്രതിഷേധം ആ സഭയിൽ ഉയർന്നു. FCRA ബില്ല് പിൻവലിക്കണം എന്ന് മാത്രമേ ഇന്ന് തന്നെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇത് ഡ്രാക്കോണിയനാണ്, കിരാതമാണ് എന്ന മട്ടിൽ സഭാ നേതൃത്വം ഇതിനോടകം തന്നെ പ്രതികരിച്ചിരിക്കുന്നു. അതിൻ്റെ ചാപ്റ്റർ 3A ഒക്കെ വായിച്ചാൽ ഇത് വെസ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന FCRA ഏതെങ്കിലും തരത്തിൽ പുതുക്കാതിരുന്നാൽ, ഏതെങ്കിലും തരത്തിൽ ക്രമക്കേട് കണ്ടെത്തിയാൽ അത് ഉപയോഗിച്ചു ഉള്ള സ്വത്ത് മുഴുവൻ പിടിച്ചെടുക്കാനും അത് സർക്കാരിലേക്ക് മുതൽ കൂട്ടാനൊക്കെ ഉള്ള ഭേദഗതികളാണ് അതിലുള്ളത്. അപ്പോൾ അതിനെതിരെയൊക്കെ അതിശക്തമായ ആശങ്കയും പ്രതിഷേധവും സഭാ നേതൃത്വങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ ഇത് നിയമസഭാ ഇന്നേക്ക് 8ാം നാൾ കേരളം പോളിംഗ് ബൂത്തിലാണ്. സ്വാഭാവികമായും അതിൻ്റെ ചൂട് കൂടി ലോക്സഭയിലുണ്ട് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഇവിടെ പ്രചരണ രംഗത്ത് സജീവമായ എംപിമാരൊക്കെ ഇന്ന് ഡൽഹിയിലാണ്. ലോക്സഭാ എംപിമാർ ഒക്കെ തന്നെ, ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്നറിയില്ല, ലോക്സഭാ എംപിമാരൊക്കെ തന്നെ ഇപ്പോൾ ഇന്ന് ഡൽഹിയിലുണ്ട്. വലിയ പ്രതിഷേധമുണ്ടായി. ഇന്ന് FCRA ബില്ല് ചർച്ചക്കെടുക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അത് ചർച്ചക്കെടുത്താൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുമെന്ന് BJPക്ക് സ്വാഭാവികമല്ല, ഉറപ്പായും ആശങ്കയുണ്ടാകും. കാര്യം ആശങ്കപ്പെടേണ്ടതില്ല എന്ന് BJP നേതൃത്വം ഇവിടെ പറയുമ്പോഴും അങ്ങനെ പറയുമ്പോൾ കൂടുതൽ ആശങ്ക ആവുന്ന പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ പോകുന്ന സാഹചര്യം കേരളത്തിൽ എന്തായാലും ഉണ്ട്. കിരൺ റിജിജു അത് തന്നെ പറയുന്നുണ്ട്. കേരളത്തിൽ അനാവശ്യമായ ആശങ്ക സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് കിരൺ റിജിജു സഭയിൽ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും FCRA നിയമ ഭേദഗതിയിൽ ഇന്ന് അവിടെ ചർച്ചയില്ല. ഇന്നലെയാണ് കിരൺ റിജിജു പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ ക്രൈസ്തവ സഭകളുമായി ഇനിയൊരു ചർച്ചയ്ക്കില്ല എന്ന് കിരൺ റിജിജു വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ ഇനി അതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാട് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതാണ്. അപ്പോൾ സഭയിൽ ചർച്ചയുണ്ടാകുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഒരു തെരഞ്ഞെടുപ്പ് കളത്തിൽ സങ്കീർണമാക്കാൻ ഇടയാക്കൂ എന്ന തിരിച്ചറിവിലാകണം ചർച്ച വേണ്ട തീരുമാനം. അർജുൻ പീതാംബരൻ വിവരങ്ങൾ വച്ചിരുന്നു. അർജുൻ, നേരത്തെ പഴയുള്ള ഏതോ കാര്യം കിരൺ റിജിജു പറയുന്നുണ്ടായിരുന്നു. എന്തായാലും കേരളത്തിൽ സംഭവിക്കുന്നതിനെ പറ്റിയും കിരൺ റിജിജു പരാമർശം നടത്തി. ചർച്ചയില്ല എന്ന കാര്യം ഉറപ്പല്ലേ? കശ്മീർ ചർച്ചയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് സഭയിൽ ഇപ്പോൾ കിരൺ റിജിജു പാർലമെന്ററി കാര്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ FCRA ബില്ലിൽ വലിയ തോതിൽ കള്ളപ്രചാരണങ്ങളാണ് LDFും UDFും കേരളത്തിൽ നടത്തുന്നത്. തിരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആരോപണം. അതായത് കേന്ദ്ര സർക്കാർ ആരുടെയും അവകാശങ്ങൾ കവർന്നെടുക്കില്ല എന്നാണ് കിരൺ റിജിജു പറയുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കോൺഗ്രസും ഇടതുപക്ഷവും വ്യാജ പ്രചാരണം നടത്തുകയാണ്, ജനങ്ങളെ കബളിപ്പിക്കുന്നു എന്നാണ് കിരൺ റിജിജു പറയുന്നത്. ജനങ്ങളെ കബളിപ്പിക്കുന്നു. സഭ 12 മണിന് നിർത്തിവെച്ചു. എന്തായാലും ബില്ല് അവതരിപ്പിച്ചത് കൊണ്ടാണ് ചർച്ചക്കെടുക്കാൻ ലിസ്റ്റ് ചെയ്തത്. പക്ഷേ വ്യാജ പ്രചാരണങ്ങൾ നടത്തരുത് എന്ന് പറഞ്ഞു. അതിനു മുമ്പ് കിരൺ റിജിജു പറഞ്ഞു ബില്ലിൽ അതിന്ന് ചർച്ചക്കെടുക്കില്ല എന്ന് തന്നെ കൃത്യമായി പറയുന്നു. അതെന്താണ് കാരണം എന്ന് പരോക്ഷമായി തന്നെ കിരൺ റിജിജു സഭയിൽ പറയുന്നുണ്ട്. അർജുൻ പീതാംബരൻ, അർജുൻ, കിരൺ റിജിജു പറഞ്ഞ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കേരളത്തെ പറ്റി പറഞ്ഞെങ്കിൽ കേരളത്തെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ടാണ് അത് ചർച്ചക്കെടുക്കാതിരിക്കുന്നത് എന്നുകൂടി പരോക്ഷമായി കിരൺ റിജിജു പറയുകയാണ്. കശ്മീർ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ ഇന്ന് ഈ ഒരു ബില്ല് ചർച്ചയ്ക്കെടുക്കാത്തത് എന്നുള്ള കാര്യം വ്യക്തമാണ്. നേരത്തെ MP-മാരോട് സ്പീക്കറും ഈ കാര്യം ആവർത്തിച്ചിരുന്നു. അതായത് കേരളത്തിൽ നിന്നുള്ള BJP നേതാക്കൾ കേന്ദ്ര സർക്കാർ പ്രതിനിധികളെ ഇക്കാര്യം നേരിട്ട് അറിയിച്ചിരുന്നു. അതായത് ഈ ഒരു ബില്ല് ഇന്ന് ചർച്ചയ്ക്കെടുക്കുകയാണെങ്കിൽ അത് തിരഞ്ഞെടുപ്പിൽ BJPയെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ള ഒരു ആശങ്ക BJPയെ സംബന്ധിച്ച് വലിയ തോതിൽ ഉണ്ട്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ കേന്ദ്ര നേതാക്കളെ BJPയിലെ സംസ്ഥാന നേതാക്കൾ ഇന്നലെ തന്നെ അറിയിച്ചു എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എന്തായാലും ഇന്ന് ഈ ബില്ല് ചർച്ചയ്ക്കെടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ഈ ഒരു ബില്ല് അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് ചർച്ചയ്ക്കെടുക്കാൻ വേണ്ടി ലിസ്റ്റ് ചെയ്തത്. ഇന്ന് ചർച്ചയ്ക്കെടുക്കില്ല എന്നുള്ള കാര്യം ഉറപ്പ് നൽകിയിരിക്കുകയാണ് കേന്ദ്ര പാർലമെന്ററി കാര്യ കിരൺ റിജിജു. അത് അദ്ദേഹം പാർലമെന്റിൽ വ്യക്തമാക്കുകയും
അത് അദ്ദേഹം പാർലമെന്റിൽ വ്യക്തമാക്കുകയും ചെയ്തു. അതിനപ്പുറത്തേക്ക് വലിയ തോതിലുള്ള വിമർശനമാണ് ഇടതുപക്ഷത്തിനെതിരെയും കോൺഗ്രസിനെതിരെയും അദ്ദേഹം നടത്തിയിരിക്കുന്നത്. കേരളത്തിൽ തിരഞ്ഞെടുപ്പിനെ മുതലെടുക്കാൻ വേണ്ടി അവിടെ ആളുകളെ കബളിപ്പിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് വിധി ഈ രണ്ട് പാർട്ടികൾക്കും അനുകൂലമാക്കാൻ വേണ്ടി BJPക്ക് തിരിച്ചടി ലഭിക്കാൻ വേണ്ടിയാണ് അവിടെ കള്ളപ്രചാരണം ഇടതുപക്ഷവും കോൺഗ്രസും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാർ ഒരു തരത്തിലും നീങ്ങില്ല, എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കും. മാത്രമല്ല ഈ ബില്ല് ആരുടെയും അവകാശങ്ങൾക്കെതിരെയുള്ള കടന്നുകയറ്റമല്ല എന്നുള്ള കാര്യം കൂടിയാണ് കിരൺ റിജിജു വ്യക്തമാക്കുന്നത്. ഈ ബില്ലിന് എപ്പോൾ ചർച്ചയ്ക്കെടുക്കും, അതല്ല മറ്റെന്തെങ്കിലും ഭേദഗതികൾ കൂടി ഈ പറയുന്ന ക്രൂരമായിട്ടുള്ള വ്യവസ്ഥകളിൽ വരുത്തുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ് തുടരുന്നത്. എന്തായാലും ഇന്ന് ചർച്ചയ്ക്ക് എടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത് രാവിലെ മഗർദ്വാളിൽ കോൺഗ്രസിന്റെ അടക്കം പ്രതിപക്ഷ MP-മാർ പ്രതിഷേധിച്ചവർ പാർലമെന്റിനകത്തേക്ക് പോകുമ്പോഴാണ് സ്പീക്കറുമായി ഒരു കൂടിക്കാഴ്ചയുണ്ടായിരുന്നത്, ഒരു ഹ്രസ്വനേരത്തേക്കുള്ള ഒരു ചർച്ചയുണ്ടായിരുന്നത്. അതിലാണ് സ്പീക്കർ ഈ പറയുന്ന MP-മാരോട് അർജുന അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഇവിടുത്തെ ക്രൈസ്തവ സഭകളുടെ ആശങ്ക കണക്കിലെടുത്ത് ആ ഭേദഗതിയിൽ ഒരു ഭേദഗതി വരുത്താൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ നടത്താമായിരുന്നു. അത് നടത്താൻ കഴിയില്ല. നടത്തിയാൽ എന്താണ് പ്രശ്നം? നടത്തിയാൽ അസമിലടക്കം ബാക്കി നിയമസഭാ സംസ്ഥാനങ്ങളിൽ അത് അവർക്ക് തിരിച്ചടിയാവും. അങ്ങനെ ഒരു പ്രശ്നം, അങ്ങനെ ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ് ഇപ്പോൾ വന്ന ഭേദഗതി. അർജുൻ, ഹഷ്മി, തീർച്ചയായിട്ടും ഇപ്പോൾ കൂടുതൽ ചർച്ചകൾക്കില്ല എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം തന്നെ കിരൺ റിജിജു പറഞ്ഞത്. അതായത് ഈ സഭകളുമായിട്ടും ന്യൂനപക്ഷങ്ങളുമായിട്ടും അത് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടും ഒരു ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങൾ ഉൾക്കൊണ്ടു. മാത്രമല്ല ഈ ബില്ല് പൂർണ്ണമായിട്ടും പഠിച്ചിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളിലേക്ക് കയറി ചെല്ലുന്നില്ല എന്നുള്ള കാര്യമാണ് കിരൺ റിജിജു കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം അതിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്, സഭകളുമായിട്ട് കൂടുതൽ ചർച്ചയ്ക്കില്ല എന്നുള്ള കാര്യമാണ്. അതെല്ലാം തന്നെ ഇന്ന് ഈ ബില്ല് ചർച്ചയ്ക്ക് എടുക്കുമെന്നുള്ള പശ്ചാത്തലത്തിൽ കൂടി കഴിഞ്ഞ ദിവസം നിലനിന്നിരുന്നു. എന്തായാലും ഇപ്പോഴെങ്കിലും ചർച്ചയ്ക്ക് എടുക്കില്ല എന്നുള്ള തീരുമാനമുണ്ട്. പക്ഷേ കൂടുതൽ ഈ ഭേദഗതികളിലേക്ക് സർക്കാർ പോകുമോ എന്നുള്ള കാര്യം ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം കേരളം മാത്രമല്ല മറ്റിടങ്ങളിലും കൂടെ അവർക്ക് അവരുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്, അതും പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ഒരു സഭ ക്രിസ്ത്യൻ ഡിപ്ലോമസി എന്ന് BJP നടപ്പാക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ മാത്രമാണ്. മറ്റു സ്ഥലങ്ങളിലൊന്നും അങ്ങനെ ഒരു ഡിപ്ലോമസിയുടെ സാഹചര്യം ഇല്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ക്രൈസ്തവ വിരുദ്ധ പരാമർശങ്ങളും മതപരിവർത്തനമൊക്കെ ഉയർന്നു കേൾക്കുന്ന ആ മേഖലയൊക്കെ സ്വാഭാവികവുമാണ്, ഒരുപാട് തവണ ഉണ്ടാവുന്നുമുണ്ട്. അതുകൊണ്ട് ഈ FCRA ഭേദഗതി അവർക്ക് BJPക്ക് കേരളത്തിലെ മാത്രം ആശങ്കയാണ്. റെസ്റ്റ് ഓഫ് ദ കേരള അവർക്ക് ആശങ്കയല്ലെന്ന് മാത്രമല്ല വോട്ട് കിട്ടാനുള്ള വഴി കൂടിയാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇനി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു നീക്കം ഈ വിഷയത്തിൽ നടത്താനിടയുണ്ടോ അർജുൻ? ഹഷ്മി, ഇപ്പോഴെന്തായാലും തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു നീക്കമില്ല എന്നുള്ള കാര്യം തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്നും നാളെയും മാത്രമാണ് സഭ ബാക്കിയുള്ളത്. ബജറ്റ് സമ്മേളനം പൂർത്തിയായിട്ട് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചെങ്കിൽ മാത്രമേ നാളെ രാജ്യസഭയിൽ ഈ ഒരു ബില്ല് ചർച്ചയ്ക്കെടുത്ത് പാസ്സാക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. പിന്നീട് ഇത് നിയമമാവുകയുള്ളൂ. ഇന്ന് എന്തായാലും ലോക്സഭയിൽ ചർച്ചയ്ക്കെടുക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നു. നാളെ ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ചാൽ പോലും അത് പിന്നീട് നിയമമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് തൽക്കാലത്തേക്ക്, അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് തിടുക്കപ്പെട്ടുകൊണ്ട് FCRA ബില്ല് ചർച്ചയ്ക്കെടുത്തത് പാസ്സാകില്ല എന്നുള്ള നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നത്. ഇതിൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വളരെ വ്യക്തമായിരുന്നു. രണ്ട് കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിച്ചത്. ഈ പറയുന്ന വിദേശ ഫണ്ടിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നത് എന്തിനാണ് എന്നുള്ള കാര്യത്തിൽ അവർ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യം, ഭീകരതയ്ക്കും അതുപോലെ തന്നെ നിർബന്ധിത മതപരിവർത്തനത്തിനും വേണ്ടി ഈ പറയുന്ന ഫണ്ട് ദുർവിനിയോഗം ചെയ്യപ്പെടുന്നുണ്ട്. അതിലൊരു കടിഞ്ഞാണിടാൻ വേണ്ടിയിട്ടാണ് BJP പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ ഈ ഒരു ബില്ലിൽ ഭേദഗതി അവതരിപ്പിക്കുന്നത്, FCRA നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നത് എന്ന്. എന്നാൽ അത് ഈ പറയുന്ന ന്യൂനപക്ഷ സംഘടനകളുടെ അവകാശങ്ങളിലേക്ക് ഒരു കടന്നുകയറ്റമാകുമെന്നുള്ള കാര്യത്തിൽ ഏറ്റവും അധികം പ്രതിഷേധം ഉയർന്നത് കേരളത്തിൽ നിന്ന് തന്നെയാണ്. കേരളത്തിലുള്ള പ്രതിപക്ഷ നേതാക്കളും, അത് പ്രതിപക്ഷം മാത്രമല്ല ഈ പറയുന്ന BJP ഉൾപ്പെടെയുള്ള നേതാക്കൾ കേന്ദ്ര സർക്കാരിൽ ആശങ്കയെ അറിയിച്ചിരുന്നു. അവസാന ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഉള്ളത് കൊണ്ടാണ് എന്ന് നമുക്ക് അനുമാനിക്കാനും കൂടി സാധിക്കും. എന്നാലും ഈ കേരളത്തിൽ നിന്നാണ് ഇതിൽ പ്രതിഷേധം ഉയർന്നത്. ഈ ഒരു ഘട്ടത്തിൽ എന്തായാലും ചർച്ചയ്ക്ക് എടുക്കേണ്ടതില്ല. തൽക്കാലത്തേക്ക് ഈ പറയുന്ന 2 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിടുക്കപ്പെട്ടുകൊണ്ട് പാസ്സാക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പോയിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പറയാൻ സാധിക്കാതെ. അതിനപ്പുറത്തേക്ക് ഈ ബില്ലിൽ ഭേദഗതി കൊണ്ടുവരിക എന്നുള്ള അജണ്ട അത് കേന്ദ്ര സർക്കാരിനുണ്ട്. അത് ഏത് രീതിയിൽ എപ്പോൾ വരുമെന്നുള്ള കാര്യമാണ്. എന്തായാലും ഹഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് മറ്റ് ഭേദഗതികൾ, അത് ഈ പറയുന്ന വ്യവസ്ഥകളിലടക്കം ഭേദഗതികൾ വരാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് കൂടി ഇപ്പോൾ പറയാൻ സാധിക്കും. ഹഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.